ലിപ്പോപ്രോട്ടീൻ ലിറ്റിൽ എ ഒരാളുണ്ടെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ അവർക്ക് ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും. ഹായ് സർ. ഹലോ ആരൻ. സർ, നമ്മൾ ഈ ഗുഡ് കൊളസ്ട്രോൾ ബാഡ് കൊളസ്ട്രോൾ എന്നൊക്കെ കേൾക്കാറുണ്ട്. അതെ. അപ്പം എന്താണ് LP ലിറ്റിൽ എന്ന് പറഞ്ഞാൽ? നമ്മൾ സാധാരണ ഒരു ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ നമ്മൾ കൊളസ്ട്രോളിന്റെ ഭാഗമായിട്ട് SDLും LDLും VLDലൊക്കെ നോക്കും. അപ്പോൾ നമുക്കറിയാം HDL നല്ല കൊളസ്ട്രോൾ ആണ്, LDLും VLDലൊക്കെ മോശം കൊളസ്ട്രോൾ ആണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഈ LDL എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? LDL എന്ന് വെച്ചാൽ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണ്. അപ്പോൾ കൊളസ്ട്രോൾ ബ്ലഡിൽ ഒറ്റയ്ക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കൊഴുപ്പാണത്. അപ്പോൾ അത് പ്രോട്ടീനായിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യും. അങ്ങനെയാണ് ബ്ലഡിൽ കൂടെ കൊളസ്ട്രോൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലിപ്പോപ്രോട്ടീൻ കോംപ്ലക്സ് ആയിട്ടാണ് കൊളസ്ട്രോൾ ബ്ലഡിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ LDLും VLDലുമാണ് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. SDL നല്ല കൊളസ്ട്രോൾ ആണ്. അപ്പോൾ ഈ ഓരോ കൊളസ്ട്രോൾ ഈ LDL പാർട്ടിക്കിൾസിൻ്റെ അകത്തും ഒരു പ്രോട്ടീൻ ഉണ്ടാവും, അതുപോലെ കുറച്ച് കൊളസ്ട്രോൾ മോളിക്യൂൾസും ഉണ്ടാവും. അപ്പം LDLനകത്തുള്ളതും അല്ലെങ്കിൽ VLDലകത്തുള്ളതും കോമൺലി അപ്പോപ്രോട്ടീൻ ബിയും സിയും ആണ്. SDLനകത്തുള്ളത് അപ്പോ ലിപ്പോപ്രോട്ടീൻ A ആണ്, ക്യാപിറ്റൽ A ആണ്. അത് നല്ല കൊളസ്ട്രോൾ ആണ്. അപ്പം നമ്മുടെ രക്തക്കുഴലിലേക്ക് അടിഞ്ഞുകൂടുന്ന നേരിട്ട് കൊളസ്ട്രോൾ അല്ല, മറിച്ച് LDL പാർട്ടിക്കിൾസ്, അത് പ്രോട്ടീനും കൊളസ്ട്രോളും കൂടുതലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള പാർട്ടിക്കിളാണ് രക്തക്കുഴലിൽ അടിഞ്ഞുകൂടി ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. അപ്പം ഈ LP ലിറ്റിൽ എന്ന് പറഞ്ഞ ആ ഒരു കോംപ്ലക്സിൻ്റെ അകത്ത് കൊളസ്ട്രോൾ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു പ്രത്യേക പ്രോട്ടീൻ ഉണ്ട്. സാധാരണ ആൾക്കാർ കാണുന്നതല്ല, അത് ജനിതകമായ വ്യതിയാനം ഉണ്ടായ ഒരു പ്രോട്ടീനാണ്. അതൊരു 10% പോപ്പുലേഷൻ ഉണ്ടാവുകയുള്ളൂ. ആ അപ്പോ ലിപ്പോപ്രോട്ടീൻ ലിറ്റിൽ എ എന്ന് പറഞ്ഞൊരു അപ്പോ പ്രോട്ടീൻ ആണ് ആ കൊളസ്ട്രോൾ കോംപ്ലക്സിനകത്തുള്ളത്. ആ ഒരു കൊളസ്ട്രോൾ പ്രോട്ടീൻ കോംപ്ലക്സ് പാർട്ടിക്കിളിനകത്ത് കൊളസ്ട്രോളിന്റെ കൂടെ ആ ഉള്ള പ്രോട്ടീനാണ് അപ്പോ ലിപ്പോപ്രോട്ടീൻ ലിറ്റിൽ എ. അങ്ങനെയുള്ള ആ പാർട്ടിക്കിളിനെ നമ്മൾ അത് കൊളസ്ട്രോളും പ്രോട്ടീനും കൂടെയുള്ള കോംപ്ലക്സ് നമ്മൾ ലിപ്പോപ്രോട്ടീൻ ലിറ്റിൽ എ അഥവാ LP ലിറ്റിൽ എന്ന് പറയും. ഇതിന്റെ പ്രധാനം എന്താ വെച്ചാൽ സാധാരണ LDL പാർട്ടിക്കിൾസിനെ അപേക്ഷിച്ച് ഒരു 5-6 തവണ മടങ്ങ് ഇതിന് സ്റ്റിക്നെസ് കൂടുതലാണ്. അതായത് രക്തക്കുഴലിൽ അടിഞ്ഞുകൂടി ബ്ലോക്ക് ഉണ്ടാകാനുള്ള അതിന്റെ കഴിവ്, ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള അതിന്റെ സാധ്യത 5-6 തവണ ഇരട്ടിയാണ് LDLനേക്കാളും. അപ്പോൾ നമ്മൾ LP ലിറ്റിലെ ഒരാളുണ്ടെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ അവർക്ക് ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും അതനുസരിച്ച് നമുക്ക് ചികിത്സ മോഡിഫൈ ചെയ്യാനും പറ്റും. LP ലിറ്റിലെ നേരിട്ട് കുറയ്ക്കാനുള്ള മരുന്നൊന്നും ഇപ്പോൾ ഇല്ല. നമ്മുടെ കൊളസ്ട്രോളിന്റെ മരുന്ന് കഴിക്കുമ്പോൾ LP ലിറ്റിലെ കുറച്ച് കുറയും. നമുക്ക് ബാക്കി റിസ്ക് ഫാക്ടേഴ്സ് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഒരാൾക്ക് ബ്ലഡിൽ LP ലിറ്റിലെ ഉണ്ടെങ്കിൽ ബാക്കി റിസ്ക് ഫാക്ടേഴ്സ് ലൈക്ക് ഡയബറ്റീസും BPയും കൺട്രോൾ ചെയ്യുകയും ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റ്സും അഡോപ്റ്റ് ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യത കുറയും. അപ്പോൾ നമ്മൾ LP ലിറ്റിലെ ഒരിക്കലെങ്കിലും ലൈഫിൽ എല്ലാവരും നോക്കിയിരിക്കണം എന്നാണ് പറയുന്നത്. കാരണം അതൊരു കോമൺലി കാണുന്ന ഒരു അബ്നോർമൽ പ്രോട്ടീൻ അല്ല, അത് ജനിതകമായ വ്യതിയാനം കൊണ്ട് മ്യൂട്ടേഷൻ കാരണം ഉണ്ടാകുന്ന ഒരു അബ്നോർമൽ ലിപ്പോപ്രോട്ടീൻ ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. താങ്ക് യു സർ. താങ്ക് യു ആരൻ.